ഏരിയ സമ്മേളനത്തിന്റെ ഫണ്ട് വെട്ടിച്ച കേസിൽ CPIM വിട്ട BJPയിൽ ചേർന്ന മധു മുല്ലശ്ശേരിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് നടപടി. പോലീസ് മധു മുല്ലശ്ശേരിയുടെ അറസ്റ്റിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. AV ജയശങ്കർ തിരുവനന്തപുരം ചേർന്നു. ജയശങ്കർ, ഈ പാർട്ടി പരിപാടിക്ക് വേണ്ടി പിരിച്ച പണം കരാറുകാരന് നൽകിയില്ലെന്ന് കാണിച്ച് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരുന്നു പോലീസ് കേസെടുത്തത്. ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. സ്വാഭാവികമായി പോലീസിന് അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാം. ഒരു സ്വാഭാവിക നടപടിക്രമമാണെങ്കിലും അതിലൊരു രാഷ്ട്രീയമുണ്ട്. AV ജയശങ്കർ, വിശദാംശങ്ങൾ. സുഹൈല, CPIM വിട്ട BJPയിൽ ചേർന്നതിന് പിന്നാലെയാണ് മധു മുല്ലശ്ശേരിക്കെതിരെ ഇത്തരത്തിലൊരു പരാതി CPM നൽകുന്നത്. അതായത് മംഗലപുരം ഏരിയ സമ്മേളനത്തിന് പിരിച്ച ഫണ്ട് മധു മുല്ലശ്ശേരി മുക്കി എന്നൊരു പരാതിയാണ് പോലീസിന് നൽകിയത്. ഇതിന് പിന്നാലെ വഞ്ചന, തട്ടിപ്പ് എന്നിങ്ങനെ കുറ്റങ്ങൾ ചുമത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം മംഗലപുരം പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തു. പിന്നാലെയാണ് മധു മുല്ലശ്ശേരി മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഈ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയാണ് കോടതി നിലവിൽ തള്ളിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് അറസ്റ്റിലേക്ക് ഉൾപ്പെടെ കടക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പോലീസ് തുടർ നടപടികൾ ഒഴിവാക്കിയിരുന്നത്. ഈ കോടതി വിധി കൂടി വരട്ടെ, ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ തീരുമാനമാകട്ടെ എന്ന ഒരു ഇതിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ അത് മാറിയിരിക്കുന്നു. എന്തായാലും കോടതി ഇത് തള്ളിയ ഒരു സാഹചര്യത്തിൽ മംഗലപുരം പോലീസ് മധു മുല്ലശ്ശേരിയുടെ അറസ്റ്റിലേക്ക് കടക്കാനാണ് നിലവിൽ സാധ്യത. എന്തായാലും മധു മുല്ലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയ സാഹചര്യത്തിൽ മേൽക്കോടതി, ഹൈക്കോടതി ഉൾപ്പെടെ സമീപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് അഭിഭാഷകരോട് ഉൾപ്പെടെ ആശയവിനിമയം നടത്തുന്നതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും CPM ഉന്നയിച്ച ഈ ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണം മധു മുല്ലശ്ശേരി വാർത്താ സമ്മേളനം നടത്തി തള്ളിയിരുന്നു. താൻ പാർട്ടി വിട്ടതിന് പിന്നാലെ തന്നോടുള്ള വൈരാഗ്യത്തിന്റെ പുറത്താണ് ഇത്തരം ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് അന്ന് വാർത്താ സമ്മേളനത്തിൽ മധു മുല്ലശ്ശേരി വ്യക്തമാക്കിയത്. എന്തായാലും വലിയൊരു രാഷ്ട്രീയ മാറ്റം തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാക്കിയ ഒരു നേതാവാണ്. BJPയിലേക്ക് കൂടുമാറി നിലവിൽ BJPയുടെ സംസ്ഥാന സമിതി അംഗമാണ് മധു മുല്ലശ്ശേരി. എന്തായാലും ഒരു രാഷ്ട്രീയ നീക്കം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. സുഹേൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തായാലും പോലീസിന്റെ രാഷ്ട്രീയ വൈരാഗ്യം എന്നൊക്കെ പറഞ്ഞു നിൽക്കാമെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സ്ഥിതിക്ക് കേസിൽ കാര്യമുണ്ട്, കഴമ്പുണ്ടെന്ന ബോധ്യത്തിലായിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ചിലപ്പോൾ അറസ്റ്റ് ഉണ്ടാകുമെന്നടക്കമുള്ള വിശദാംശങ്ങളാണ് AV ജയശങ്കർ തിരുവനന്തപുരത്ത് നൽകിയത്.